ഞാൻ ഇനിയുള്ളത് എൻ്റെ ഫോണിൽ ഇത് പ്ലഗ് ചെയ്തിട്ടുള്ള സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഓക്കെ, റിസീവർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്മിറ്റർ ഓണാക്കി കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മസ്റ്റ് ബൈ ആയിട്ടൊന്ന് പറയാൻ വേണ്ടി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ നിങ്ങൾ ഈ കേൾക്കുന്ന സൗണ്ട് വരണം. ഇന്ന് എല്ലാവർക്കും വേണ്ടി ഒരു അൺബോക്സ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം കുറേ കാശ് നമ്മുടെ പുതിയ ബിഗിനേഴ്സ് വ്ളോഗർമാർ കളയുന്നുണ്ട്. മെയിനായിട്ട് അവരുടെ മൈക്കിന് വേണ്ടിയിട്ടായിരിക്കും. 1, 2, 3. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ ആരും ആവർത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ വേറെ ഒന്ന് കാണിച്ചു തരാം. ഇരിക്കും വേണ്ട, കുറച്ച് വില കൂടിയ മൈക്കുകൾ ചുറ്റിനുണ്ട്. അങ്ങനെ കുറച്ച് കാശൊക്കെ പൊട്ടിച്ച് നഷ്ടം വന്നതിന് ശേഷം ഞാൻ കുറച്ച് പാഠം പിടിച്ചു. ഈ അധികം മൈക്കിൽ എന്താ പറയുക, ഈ ഒരു കോളർ മൈക്ക്, അതായത് വയർലെസ് മൈക്കിലേക്കൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് പോകാൻ നേരത്ത് അതിൻ്റെ അകത്ത് ഓവർ നോയ്സ് ക്യാൻസലേഷനുള്ള മൈക്ക് എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയോ, ഒരു 45 ഹെർട്സ് 60 ഹെർട്സ് വരെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില കിട്ടേണ്ട ഒരു ചില്ലിങ് സൗണ്ട് ഉണ്ട്. ആ ചില്ലിങ് സൗണ്ട് ഉൾപ്പെടെ കട്ടായി പോകും. സോ നിങ്ങൾ ഓവറായിട്ട് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള മൈക്ക് എടുക്കാതിരിക്കുക. പൊട്ടിക്കെങ്കിലും നോയ്സ് കിടക്കട്ടെ, അത് നമ്മുടെ കേൾക്കാൻ ഒരു കാതിനൊരു സുഖമുള്ള. ഓവറായിട്ട് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ ഇതിലൊരു അടപ്പ് ഫീലിംഗ് വരും, ഒരു ഇങ്ങനെ മഫ്ൾഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഇല്ലേ, ആ ഒരു സൗണ്ട് ഫീലിംഗ് വരും. അത് അത്ര രസമുള്ള സംഭവം ഒന്നല്ല. നമുക്ക് കേൾക്കേണ്ട ചെറിയ അറ്റ്മോസ്ഫിയറിക് സൗണ്ടൊക്കെ നമുക്ക് കിട്ടിയാലേ ഒരു ആംബിയന്റ് കിട്ടുള്ളൂ വീഡിയോക്ക്. അപ്പോൾ മസ്റ്റായിട്ടും SX31 നോക്കി വാങ്ങാൻ നോക്കുക. ഇതിൻ്റെ അകത്ത് 3 മോഡ്, അക്കോസ്റ്റിക് മോഡ്, പിന്നെ റിവേർബ് മോഡ്, പിന്നെ നോയ്സ് ക്യാൻസലേഷൻ, ഇങ്ങനെ 3 മോഡ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഒരു 1300 എനിക്ക് കിട്ടിയ ഐറ്റമാണത്. ഇപ്പം 2025 13/1, അതായത് ഈ 2025 ഇതിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത്. 1300 രൂപ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, ചെക്ക് ചെയ്ത് വാങ്ങിയതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ ആ മോഡ്, അക്കോസ്റ്റിക് മോഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നി. കാരണം ഓവർ നോയ്സ് ക്യാൻസലേഷൻ ഇല്ല. നോയ്സ് ക്യാൻസലേഷൻ ഓവറായിട്ട് വന്നാൽ ഞാൻ പറയുന്ന പോലെ തന്നെ ഭയങ്കര ടഫ് ഫീലിംഗ് വരും. സൗണ്ട് നോയ്സ് ഒക്കെ കട്ടാവും, ശരിയാണ്. നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസിലുള്ള വോയിസ് ഒക്കെ കിടലനായിട്ട് കിട്ടും. പക്ഷേ ഓവറായിട്ട് നോയ്സ് കട്ടായാൽ ഭയങ്കര ബോറാണ് വീഡിയോ. അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം കുറേ മൈക്കുകൾ ചെക്ക് ചെയ്ത് വാങ്ങിയതാണ്. ഇതിലൊക്കെ ഇത് ഞാൻ വേണ്ട, ഇതെല്ലാവരും വാങ്ങിയിട്ടുണ്ടാവണം. K8 ഒട്ടുമിക്ക വ്ളോഗർമാർ സ്റ്റാർട്ടിങ് ഇജാതി ആമസോൺ ഐറ്റംസ് എന്നൊക്കെ വീഴാറുള്ളൂ. ഇതെനിക്ക് DSLR വേണ്ടി ഞാൻ വാങ്ങിയതാണ്, K35. ഇപ്പം ഇതൊരു 2 കൊല്ലം അടിക്കാൻ ആവാറായി. അത് കൊള്ളാം, DSLRന് യൂസ് ചെയ്യാൻ അത് ബെറ്ററാണ്. പക്ഷെ നേരെ ഫോണിൽ വരാൻ നേരത്ത് അത് ഈ പറഞ്ഞ അടപ്പ് ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യണത് എൻ്റെ ഫോൺ ഇൻബിൽട്ട് മൈക്ക്, വേറെ ഒന്നും ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, നോർമൽ മൈക്കിൽ നിന്നാണ്. ഇനി ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ മൈക്കാണ്. ഇനിയുള്ള വീഡിയോസ് എല്ലാം ഈ മൈക്കായിരിക്കും. ഇതിൽ വെച്ചിട്ടുള്ള ചെക്ക് ചെയ്തിട്ടുള്ള ഒരു സൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ്. അപ്പോൾ നമ്മുടെ SX31 അൺബോക്സ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ തുറക്കാം കേട്ടോ, പൊട്ടിച്ചിട്ടില്ല. ഞാൻ ഒന്നുകൂടി ക്ലോസ് ചെയ്തായിരുന്നു, കാരണം ഷോപ്പിൽ വെച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് പൊട്ടിച്ചാണ്. വീണ്ടും അതേപോലെ തന്നെ പൂട്ടി വെച്ച്. നൈസ് എഫക്റ്റ് ആണ്. അധികം പറ്റുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വാങ്ങിക്കോ. ബിഗിനേഴ്സിന് മസ്റ്റാണ്. ലേഡീസിനോട് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്, കാരണം അറിയാൻ പാടാത്തവരായിരിക്കും കൂടുതൽ. ആണുങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഫ്രണ്ട്ഷിപ്പ് വഴി കുറേ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ ലേഡീസും ഗേൾസും പുതിയുള്ള ആൾക്കാർക്കൊന്നും അത്ര അങ്ങോട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടിട്ട് ഞാൻ മസ്റ്റായിട്ടും പറഞ്ഞാണ്, കണ്ണും പൊട്ടി മേടിച്ചോ. ഞാൻ ഇനിയുള്ളത് സൗണ്ട് ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇതിൻ്റെ പാക്കിങ് വരുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോട്ടാ, ഇങ്ങോട്ട് വാടാ. ഈ സംഭവം കണ്ടോ, എനിക്കൊരു എല്ലാ മൈക്കിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഇതാ സംഭവം. കണ്ടോട്ടാ, കോമഡിയാണ്. ചെറിയൊരു കോമഡി എന്ന് വെച്ച് ഇതാവുള്ളത്. ഇത് സ്റ്റീരിയോ ടു സ്റ്റീരിയോ കണക്ടർ DSLR യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തരുന്നതാണ്. പിന്നെ വേറൊരു കണക്ഷൻ കണ്ടോ, ഒരു USB-ന്ന് 2C, അതായത് ഒറ്റ ചാർജർ, ഒരു ചാർജർ 5.5 വോൾട്ട് ചാർജറിൽ നിന്ന് ഇവരുടെ ട്രാൻസ്മിറ്ററും റിസീവറും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നതാണ് കേട്ടോ. അത് ഒറ്റ കുത്തിയിൽ പണി കിടക്കും. അതൊരു പ്ലസ് പോയിന്റ് ആണ് ഈ മൈക്കിൻ്റെ കേട്ടോ. പിന്നെ അടുത്തത് എടുക്കാൻ വേണ്ടി കുറച്ച് ടാസ്ക്കാണ്, കയറണില്ലല്ലോ. അതിൻ്റെ ട്രാൻസ്മിറ്റർ, സോറി റിസീവർ, ട്രാൻസ്മിറ്റർ. ഇതേ അത്യാവശ്യം ക്വാളിറ്റി മേക്കിംഗ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട് വെച്ച് തന്നെ ഓൺ ചെയ്ത് കാണിച്ചാൽ കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്ത് ആവും, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഓണായി. ഇതിലും ഇതിൻ്റെ എല്ലാ എന്താ പറയുക റിസീവേഴ്സിൻ്റെയും ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഒട്ടുമിക്ക ഒരു 1500 താഴെയുള്ള
ഏതൊക്കെ മൈക്കിന് എനിക്ക് സെറ്റപ്പിനൊന്നും അറിയാൻ പാടില്ല ചാർജിങ് ഇടാം, പക്ഷേ ഇതിന് ചാർജിങ് ഉണ്ട്. കാരണം കുറച്ച് വോയിസ് ബൂസ്റ്റ് ചെയ്യും, ആ ചാർജിങ് ഉള്ളത് നല്ലതാണ്. ഇതിനകത്ത് ചാർജ് ചെയ്യണം, എക്സ്ട്രാ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചാർജിങ് സി ടൈപ്പ് ചാർജിങ്, ഇതിലും സി ടൈപ്പ് ചാർജിങ്, രണ്ടും ചാർജ് ചെയ്ത് വെക്കുക. ഒറ്റ കുത്ത് 1 മണിക്കൂർ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു 10 മണിക്കൂർ യൂസ് ചെയ്യാം. സോ അധികം വീഡിയോ വലിച്ചിടാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, നിങ്ങൾ ഫസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട കാര്യമാണ്. ഇത് വായിക്കുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ, അല്ലാത്ത ആൾക്കാർ സിപ്പ് പിടിച്ച് ചോദിക്കും. ഇത് ഓൺ ആയിട്ടുണ്ട്, കാണാം, പവർ ഓൺ ആണ്, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണിക്കുന്നത് 3 മോഡുകളാണ്, ഈ 1, 2, 3 കണ്ടോ. ഫസ്റ്റ് അത് അക്കൂസ്റ്റിക്, പിന്നെ നോയിസ് ക്യാൻസലേഷൻ, പിന്നെ റിവർബ് മോഡ്, അങ്ങനെ 3 മോഡാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഐഫോൺ യൂസ് ചെയ്യാം കണ്ടോ, ലൈറ്റിനിങ് പോർട്ട് ഉണ്ട്, പിന്നെ സി ടൈപ്പ് ഉണ്ട്. 2 ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാം. നോർമൽ ഫോണിലേക്കൊന്നും മറ്റേ പഴയ ഫോണിൽ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ പുതിയുള്ള ആൾക്കാരെല്ലാം യൂസ് ചെയ്യുന്ന ഈ ഫോൺ ആയതുകൊണ്ട് ഇതിൽ തന്നെ 2 ടൈപ്പ് ഫോണിൽ യൂസ് ചെയ്യാം. സി ആൻഡ് ലൈറ്റിംഗ് ഉണ്ട്, പിന്നെ പവർ ഓൺ ചെയ്യാം. കഴിഞ്ഞു, ഒറ്റ ലോങ് പ്രസ് ചെയ്താൽ സെറ്റപ്പ് ഓണായി. പിന്നെ നേരെ ഫോണിൽ കണക്ട് ചെയ്യാം. ഞാൻ ഇനിയുള്ളത് എൻ്റെ ഫോണിൽ ഇത് പ്ലഗ് ചെയ്തിട്ടുള്ള സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഓക്കെ, റിസീവർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്മിറ്റർ ഓണാക്കി കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മസ്റ്റ് ബൈ ആയിട്ടൊന്ന് പറയാൻ വേണ്ടി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ നിങ്ങൾ ഈ കേൾക്കുന്ന സൗണ്ട് വരണം. ഇതിൻ്റെ അകത്ത് അപ്പ് ആൻഡ് ഡൗൺ വോളിയം ബട്ടൺ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പറയുന്ന എടുക്കുന്ന ആ ഒരു സൗണ്ടിൽ കുറക്കാം. നമ്മൾ എത്ര നേരം വെച്ചുണ്ടാക്കിയാലും ഇതിനകത്ത് മൈനസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കട്ടായി പോകും വോളിയം. അധികം വോയിസ് അങ്ങനെ എടുക്കത്തില്ല. സോ ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ടേക്കണത് മാക്സിമം ഒരു 5-6 മോഡൊക്കെ ഉണ്ട്. 5 വട്ടം പ്രസ് ചെയ്താൽ ഫുൾ വോളിയമായി. പതിയെ പറഞ്ഞാലും എല്ലാം കയറിപ്പിക്കും. പിന്നെ അടുത്തത് നോയിസ് ക്യാൻസലേഷൻ. അത് ഈ പവർ ഓൺ ബട്ടൺ തന്നെ ജസ്റ്റ് 2 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോഡ് മാറി പോവും. ഇതെന്തായാലും വാങ്ങാത്ത ആൾക്കാരൊന്ന് വാങ്ങിച്ചു നോക്കുക. വേറെ ചപ്പ് ചവർ ഇതേപോലത്തെ K35 ശരിക്കും പറഞ്ഞാൽ DSLR പറ്റിയ മൈക്കാണ്. നമ്മുടെ ഫോണിന് അധികം നല്ലതല്ല. അതിലും നല്ല അടപ്പ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. ഇതിലും K8 കണ്ടോ, ഈ പണ്ടാരത്തിലും ഉണ്ടാവും. അതേപോലെ വെറുതെ വാങ്ങിച്ചധികം കാശൊന്നും കളയണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പോയി മേടിച്ചു SX31. ഇതൊരു പെയ്ഡ് റിവ്യൂവും പെയ്ഡ് പ്രൊമോഷനും ഒരു ചുക്കുമല്ല. ഇത് ഞാൻ എൻ്റെ കയ്യിലെ കാശിട്ട് വാങ്ങുന്നതാണ്. എനിക്ക് കുറെ പണി കിട്ടി കൊണ്ടിട്ട് നിങ്ങൾക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെ മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞത് SX31 കേട്ടോ, ചൂസ് ചെയ്തു. അടുത്ത കുഞ്ഞു റിവ്യൂ ആയിട്ട് പിന്നെ കാണാം.